ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, fill in the blanks in the following table given that A is the first term and D is the common difference and AN is the nth term of the AP. നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, നമ്പർ ഓഫ് ടേംസ്, ലാസ്റ്റ് ടേം, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വണ്ണ് nth ടേം കാണാനാണ്, എന് കാണാനാണ്. എന്താ നമ്മളുടെ എന് കാണാൻ ഇക്വേഷൻ? A plus n minus 1 into D. എ തന്നിട്ടുണ്ട് 7 ആണ്, ഡി തന്നിട്ടുണ്ട് 3 ആണ്, n തന്നിട്ടുണ്ട് 8 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 7 plus n minus 1, n 8 ആണ്. സോ 8 minus 1 into 3. ദെൻ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. 8 1 പോയാൽ 7 കിട്ടും. ഇൻറ്റു 3, 7 into 3. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ബോട്ട് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ. ഒരിക്കലും നിങ്ങൾ 7ലോട്ട് 7 ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഗുണിക്കരുത്. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. സോ 7 plus 7 into 3 21, 21 plus 7 28. അപ്പോൾ ഫസ്റ്റത്തെ കിട്ടിയ എത്രയാ? 28. ദെൻ സെക്കൻഡും സെയിം ഇക്വേഷൻ നമ്മൾ എടുത്തു. എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 തന്നിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എന് തന്നിട്ടുണ്ട് 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു എ മൈനസ് 18 ആണ്, പ്ലസ് എൻ 10 ആണ്, ഡി തന്നിട്ടില്ല, ഡി ആയിട്ട് തന്നെ കൊടുത്തു. എത്രയാ? 10 minus 1 9 ആണ്. സോ 9D. ഈ മൈനസ് 18 നമുക്ക് ഇപ്പുറം കൊണ്ടുവരാം. മൈനസ് 8 ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് 18 ആവും. ഇനി നമുക്ക് ഈ 9 ഇപ്പുറം കൊണ്ടുവരാം. 9 ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, 18/9 നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ ഡി ഈക്വൽ ടു 2. രണ്ടാമത്തേൻ്റെ ആൻസറും ആയി. ദെൻ മൂന്നാമത്തത് എ കാണാനാണ്. എ തന്നിട്ടില്ല, ബാക്കി തന്നിട്ടുള്ളതൊക്കെ കൊടുക്കുക. എ n -5 ആണ്, എ ആയിട്ട് തന്നെ കൊടുത്തു. n 18 ആണ്. സോ 18 - 1, ഡി -3 ആണ്. 18 1 പോയാൽ 17. ഇനി 17 × 3 ചെയ്യാം. ഓക്കെ, 7 3 21 1, ശിഷ്ടം 2 ഉണ്ടാവും. 1 3 3, 3 2 5. ഒരെണ്ണം മൈനസ് ആണ്. സോ ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. -51. ഓക്കെ, ഇനി ഈ -51നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ +51 ആവും. ദെൻ 51 - 5, 51 നിന്നും 5 പോയാൽ നമുക്ക് 46 കിട്ടും. സോ 46 ഈക്വൽ ടു എ. എ കിട്ടിയ എത്രയാ? 46. ദെൻ ഫോർത്ത് വൺ, ഇവിടെ നമുക്ക് n ആണ് കാണേണ്ടത്. സോ n ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 തന്നിട്ടുള്ളത് കൊടുത്തു. an 3.6 ആണ്, അത് കൊടുത്തു. എ -18.9 ആണ്, അത് കൊടുത്തു. n - 1 into d 2.5 ആണ്. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n into 2.5 എത്രയാ? 2.5 n. -1 into 2.5 2.5. ദെൻ ഇനി ഇത് രണ്ടും ആഡ് ചെയ്തു. -8.9ഉം -2.5ഉം ആഡ് ചെയ്തു. അഥവാ 18.9ലോട്ട് 2.5 ആഡ് ചെയ്യുക. കാരണം രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് സംഖ്യകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. 9 5 കൂട്ടിയാൽ 14 4, ശിഷ്ടം 1, പോയിന്റ് ഇട്ടു. 8 2 10 11, ശിഷ്ടം 1 1 1 2, 21.4 കിട്ടും. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഇടുക. -21.4 കിട്ടും. ഇനി ഈ -21.4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് ആവും. സോ 21.4 പ്ലസ് 3.6 ഇങ്ങനെയാണ് എഴുതുക. പോയിന്റുകൾ താഴെ വരണം. ഓക്കെ, 6 4 കൂട്ടിയാൽ 10 കിട്ടും. പോയിന്റ് 1 റിമൈൻഡർ വരും. 3 1 4 1 5, ദെൻ 2. ഓക്കെ, അപ്പോൾ 25.0 എന്ന് കിട്ടും, അഥവാ 25. ഇനി ഈ 2.5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 25 / 2.5 എന്നാവും. ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടോ അത്രയും 0 വരുന്ന 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 10 കൊണ്ട് ഗുണിക്കുക. 25 × 10 250 കിട്ടും. 2.5ൻ്റെ പോയിന്റ് പോയാണ്ട് 25 ആവും. 25/25 1 എന്ന് കിട്ടും. പിന്നെ ഒരു 0, ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. സോ n ഈക്വൽ ടു 10. അതും കിട്ടി. n ഈക്വൽ ടു 10 ഇവിടെ കിട്ടി. ഇനി ലാസ്റ്റ് വൺ, അത് n കാണാനാണ്. n ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 into d. എ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്. ഓക്കെ, 105 - 1 into 0 എന്നാണ്, അത് 0 എന്ന് കിട്ടും. ഏതൊരു സംഖ്യനെയും 0 കൊണ്ട് ഗുണിച്ചാൽ ഇത് ഇനി എത്രയായിക്കോട്ടെ, 105 1 പോയാൽ 104 into 0 എത്രയാണ്? 0 ആണ്. സോ n ഈക്വൽ ടു 3.5. ഓക്കെ.